നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മേടമാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. വിഷുവൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ദിനത്തിൽ ചില മാറ്റങ്ങൾ, അതായത് ഈ മാസം മേടമാസത്തിൽ ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും അപ്രതീക്ഷിതമായി പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന സമയം കൂടിയാണ് ഈ മേടമാസം. ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള നേട്ടങ്ങളും ഈ സമയം ചില നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട്. ശുക്രദശ ഇത്തരത്തിൽ ഭാഗ്യമായി വരുന്ന ചില നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗ്രഹമാറ്റങ്ങൾ അനുസരിച്ച് ശനി കുംഭം രാശിയിൽ തന്നെയാണ് തുടരുന്നത്. വ്യാഴം മേടക്കൂറിലും രാഹു മേടൻ രാശിയിലും സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്നുവെങ്കിലും ശുക്രദശയിൽ വിരാജിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവർ ആരൊക്കെ എന്നതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. 27 നക്ഷത്രങ്ങളിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് 5-ൽ ചൊവ്വയായതിനാൽ തന്നെ അത് വളരെ അനുഗ്രഹമായി മാറുന്ന സമയമാണ് അവർക്കിപ്പോൾ. ശുക്രന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഇവരെ തേടി എത്തുന്നു എന്ന് വേണം പറയാനായി. ജീവിതത്തിൽ ഇതുവരെ പല കഷ്ടപ്പാടുകളും അശ്വതി നക്ഷത്രക്കാർ പല കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണെങ്കിൽ പോലും ഇപ്പോൾ ശുക്രൻ അടിച്ചെന്ന് നമ്മൾ പറയാറില്ല, അതുപോലെ ശുക്രന്റെ അനുഗ്രഹം ജീവിതത്തിൽ വളരെ ഗുണകരമായി എത്താൻ പോകുന്ന ഒരു മാസമാണ് ഇത്. ഏറ്റവും ശുഭകരമായ സമയം എന്ന് വേണം. അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് വളരെയേറെ ഐശ്വര്യങ്ങളും ശുഭകരമായ കാര്യങ്ങളും സൗഭാഗ്യവും പ്രദാനം ചെയ്യുന്ന ഒരു സമയം എന്ന് വേണം പറയാൻ. ഒരു കാരണവശാലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരാത്ത ഒരു അവസരം കൂടിയാണ്. അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കടന്നു വന്ന അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് വളരെ ആശ്വാസമേകുന്ന ഒരു വാർത്ത കൂടിയാണ്. ഒരു കാരണവശാലും ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഇത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. സാമ്പത്തികമായി ഏറ്റവും അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ മേടമാസം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈ ഒരു മാസം നിങ്ങൾക്ക് സാമ്പത്തികമായി ധനവരവ് വളരെയേറെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സമയം കൂടി ആണ്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ശുക്രദശയുടെ കാലത്ത് സംഭവിക്കുന്ന ഒരു സമയമാണിത്. ശുക്രന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നൽകും. സാമ്പത്തികമായാലും തൊഴിൽപരമായാലും പല മാറ്റങ്ങൾക്കും ഇത് കാരണമാകുന്ന ഒരു സമയം കൂടിയാണ്. കർമ്മരംഗത്തെ മാറ്റങ്ങൾ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ അറിഞ്ഞതോ അല്ലെങ്കിൽ പ്രവർത്തിച്ചതോ ആയ കാര്യങ്ങളൊന്നുമല്ല, അതിന് പുതിയൊരു മാറ്റം, ഇതുവരെ ചിന്തിക്കാത്ത ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉണ്ടാകാൻ പോകുന്നത്. അവസ്ഥകൾ എല്ലാം തന്നെ മാറും. പുതിയ ഒരു രീതിയിലേക്ക്, പുതിയൊരു സാമ്പത്തിക തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. കൂടാതെ ഈ സമയം അപ്രതീക്ഷിത പദവികൾ നിങ്ങൾക്ക് നേടി കിട്ടുകയും നിങ്ങളെ തേടി എത്തുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ഏത് ദൗത്യവും കൃത്യമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. ശാരീരികമായാലും മാനസികപരമായും നിങ്ങൾക്ക് അതിന് തയ്യാറെടുക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയേറെ അനുകൂലമായ ഒരു സമയം കൂടിയാണ്. പഠിത്ത കാര്യങ്ങളിലെല്ലാം നല്ല ഊർജത്തോടുകൂടി അല്ലെങ്കിൽ നല്ല പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറയുന്ന ഒരു അവസരം കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്കിത്. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്കും അനുകൂലമായ പല മാറ്റങ്ങളും ശുക്രൻ പ്രദാനം ചെയ്യാനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് മേടമാസം എന്നത് നിസ്സംശയം പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ജീവിതത്തിൽ സന്തോഷവും സമാധാനം നിലനിർത്തുന്ന സമയം എന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് പറയാം. അതായത് രോഹിണി നക്ഷത്രക്കാർ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നതാണ്. താങ്കൾക്ക് താങ്ങാൻ പോലും സാധിക്കാത്ത പല പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നതാണ് രോഹിണി നക്ഷത്രക്കാർ. അവർക്ക് ഈ മാസം വളരെയേറെ ഗുണകരമായ ഒരു സമയമാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ അർത്ഥത്തിലും എന്ന് വെച്ചാൽ സാമ്പത്തികം, അതുപോലെ ശാരീരികമായ പല അസുഖങ്ങളും ദുഃഖങ്ങളും കൊണ്ട് വലഞ്ഞ പല ആളുകൾക്കും അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു അവസരം കൂടിയാണിത്. സാമ്പത്തികമായി നിങ്ങൾക്ക് മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി തോന്നുന്ന, അപ്രതീക്ഷിതമായി സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പല മാറ്റങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരു അവസരം, എത്തുന്നതെന്ന് പറയാനില്ല, ഈ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്തിക്കഴിഞ്ഞൊരു അവസരം കൂടിയാണ്. നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ടാവും ചില മാറ്റങ്ങൾ. അപ്പോൾ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് മേടമാസം ആദ്യ പകുതി അനുകൂലമായ പല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ കാര്യങ്ങൾ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതായത് നിങ്ങൾ സർക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ, അതായത് ലോണും ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ സാങ്ഷൻ ആവാൻ വേണ്ടി കാത്തിരിക്കുന്നെങ്കിൽ അതിനൊന്നും ഒരു വീഴ്ച ഉണ്ടാവാൻ നിങ്ങളുടേതായ ആവശ്യങ്ങൾ നിറവേറി കിട്ടുന്നതായിരിക്കും. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും കൂടി സ്വാധീനിക്കുന്ന ഒരു സമയമാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെയേറെ അംഗീകാരവും മറ്റുള്ളവരുടെ മുന്നിൽ മതിപ്പും എല്ലാവരുടെയും ബഹുമാനവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും
പറ്റുന്ന ഒരു സമയമാണ്. ഉല്ലാസയാത്രകൾ ചെയ്യുന്നതിന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളും ശുക്രദശ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു അവസരം കൂടിയാണിത്. അടുത്തത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ ശുക്രദശ ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി ബാധിക്കും. അതായത് നിങ്ങളുടെ ഭാഗ്യം ഈ സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഭാഗ്യം അതേ തോതിൽ തന്നെ മറ്റു നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. ചിലവുകൾ വർദ്ധിക്കുന്നത് പോലെ തന്നെ വരവും നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. എല്ലാ കാര്യത്തിലും വളരെ വിജയം നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയമാണ്. ശുക്രദശയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം എന്നതിൽ തീരെ സംശയം വേണ്ട. പഠനകാര്യങ്ങളിൽ കുട്ടികൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മകം നക്ഷത്രക്കാരായ കുട്ടികൾ പഠനത്തിൽ അല്പം ശ്രദ്ധിക്കണം. ബാക്കി സാമ്പത്തികപരമായി ഈ എല്ലാ തലങ്ങളിലും നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണെങ്കിൽ പോലും വിദ്യാർത്ഥികളായ ആളുകൾ തങ്ങളുടെ പഠനകാര്യങ്ങളിൽ അല്പം കൂടി നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ചില കുട്ടികൾ പെട്ടെന്നൊരു ഉഴപ്പ് കാണിക്കുന്ന ഒരു ആളുകളുണ്ട്. അപ്പോൾ അവർ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് തങ്ങളുടെ പഠനം തങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നതല്ല മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, തങ്ങളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഭാവിയിൽ നാളെ നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ കഷ്ടപ്പെടുന്നതെന്ന് ഓർത്ത് ജീവിതം നല്ല രീതിയിൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠനം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായി ഒന്ന് ശ്രമിക്കേണ്ടതാണ്. അടുത്തത് ഉത്തര നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാരുടെ ശുക്രൻ തൊഴിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് ശുക്രൻ അടിച്ചല്ലോ എന്ന് നമ്മൾ പറയുന്ന ഒരു സമയമാണ് ഉത്തരം നാളുകാർക്ക്. അതായത് അത്രയും കഷ്ടപ്പെട്ടിരുന്ന ആളുകളെ മറ്റുള്ളവരാൽ നിനക്ക് ഭാഗ്യസമയമാണല്ലോ എന്ന് പറയിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതിനോടൊപ്പം തന്നെ മികച്ച ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും, പുതിയ വാഹനം എടുക്കാനായാലും പുതിയ വീട് വാങ്ങുന്നതിന്, വസ്തു വാങ്ങിക്കുന്ന, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പറ്റിയ ഒരു സമയം കൂടിയാണ് ഇത്. ഒരു തരത്തിലും ജീവിതത്തിൽ പ്രതിസന്ധികളെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല. ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും നിങ്ങളെ ബാധിക്കുന്നതല്ല. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ പറ്റിയൊരു അവസരം കൂടിയാണിത് നിങ്ങൾക്ക്. അതിനാൽ വളരെയേറെ സന്തോഷത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്. ചൊവ്വ ജന്മനക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിന് സർവ്വകാര്യങ്ങളും ഫലത്തിൽ വരുന്ന ഒരു സമയം കൂടിയാണ്. ചൊവ്വ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്ന കൂടി സമയമായതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഗുണങ്ങൾ അതിലേറെ ഗുണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഈ അവസരത്തിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ രണ്ടാമത് ചിന്തിക്കരുതെന്നല്ല, എങ്കിൽ പോലും സാമ്പത്തികപരമായ പല ഗുണങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായി വിഷമിച്ചിരുന്ന വ്യക്തികൾ ആ വിഷമഭാവത്തെ എല്ലാം മാറ്റി മുന്നോട്ട് ഐശ്വര്യം നൽകുന്ന ഒരു ദിനങ്ങൾ നമ്മളെ കാത്തിരിക്കുകയാണെന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു അവസരമാണ്. വളരെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഏവരും സന്തോഷമായിരിക്കും. ഇത്രയും നക്ഷത്രക്കാരുടെ മേടമാസത്തിൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഗുണകരമായ അനുസരിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ വളരെയേറെ ശ്രദ്ധയോട് കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. നമസ്കാരം.